സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. സ്തോത്രം. കഴിഞ്ഞ അനേക ദീർഘമായിട്ടുള്ള ആഴ്ചകളായി ഏഴ് ആഴ്ചയായി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലായിരിക്കുന്നു. സ്തോത്രം. ഇതുവരെ പഠിച്ചതിനകത്ത് മനസ്സിലാക്കിയ ദൈവവചനത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും സംശയമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ആരൊന്നും പറയുന്നില്ല. ഇതുവരെ കേട്ടതിനകത്ത് എന്തെങ്കിലും സംശയമുള്ളതായിട്ട് ആരൊന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു. ശാസ്ത്ര സൗകര്യക്ക് എന്തെങ്കിലും സംശയമായിട്ട് തോന്നിയായിരുന്നോ? ഈ ഇതിനകത്ത് നമ്മളെ ജീവി വരുന്നത്, കുതിര പോയി ജീവിക്കുന്നു, മറ്റേ അങ്ങനെ പല ഇതുണ്ടല്ലോ. അതെന്തതിനാ കാണിക്കുന്നത്? അതെന്താ? അത് വായിച്ചു. അതൊക്കെ വായിച്ചു. 4-ാമത്തെ അതിന് 7-ാമത്തെ വാക്യം വായിച്ചു. ഓക്കെ, അതിന് 6 മുതൽ വായിച്ചു. സിംഹാസനത്തിന്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും അവന്റെ മുൻപുറവും പിൻപുറവും എന്ത് പറഞ്ഞിരിക്കുന്നു? കണ്ണ് നിറഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്തത് 1-ാം ജീവി സിംഹത്തിന് സാദൃശ്യം. 1-ാം ജീവി എന്തൊരു സാദൃശ്യം? സിംഹത്തിന് സാദൃശ്യം. ഇനി അത് 1-ാമത്തെ ജീവിയെ ആരെ കാണിക്കുന്നതാണ്? സിംഹം ആരെ കാണിക്കുന്നതാണ്? ആരെ കാണിക്കുന്നു? രാജാവിനെ കാണിക്കുന്നു. സ്തോത്രം. രാജാധികാരത്തെ കാണിക്കുന്നു. പ്രൈസലോട്. സിംഹം രാജാവിനെ കാണിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തെയാണ് കാണിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം എന്താണ് പറയുന്നത്? യേശു രാജാവാണെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പൊ അവന്റെ രാജാധികാരത്തെ, അവന്റെ പരമാധികാരത്തെ കാണിക്കുന്ന പുസ്തകമാണ്, സുവിശേഷമാണ്. എന്ത്? ആദ്യത്തേത് സിംഹത്തിന്റെ സാദൃശ്യം. സ്തോത്രം. അടുത്ത ജീവി അതെ, അടുത്തത് 2-ാം ജീവി കാളയ്ക്ക് സാദൃശ്യം. 2-ാം ജീവി കാളയ്ക്ക് സാദൃശ്യം. കാളയെ എന്തിനെ കാണിക്കുന്നു? സ്തോത്രം. അത് ദാസ്യത്തെ കാണിക്കുന്നു. കാളയെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദാസ്യവേല ക്ഷയിക്കുന്നതിന് വേണ്ടി. അത് മർക്കോസിന്റെ സുവിശേഷത്തെ കാണിക്കുന്നു. യേശു ദാസനാണെന്ന് കാണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. സ്തോത്രം. അത് ലൂക്കോസിന്റെ സുവിശേഷത്തെ കാണിക്കുന്നു. ലൂക്കോസ് പറയാണ് യേശു മനുഷ്യനായിരുന്നു എന്ന്. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് ആര് കാണിക്കുന്നു? ലൂക്കോസ് കാണിക്കുന്നു. ലൂക്കോസ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. സ്തോത്രം. 4 പേര് ഒരു വിഷയത്തെ കാണുന്നു. 4 പേര് ഒരു വിഷയത്തെ കാണുന്നുണ്ട്. എന്റെ ഹൃദയത്തിൽ കൂടെ പോകുന്നതല്ല അച്ഛൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്നത്. അച്ഛൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്നതല്ല അമ്മാമ്മയുടെ ഹൃദയത്തിൽ കൂടെ പോകുന്നത്. അമ്മാമ്മയുടെ ഹൃദയത്തിൽ കൂടെ പോകുന്നതല്ല ശാന്തതയുടെ ഹൃദയത്തിൽ കൂടെ പോകുന്നത്. അപ്പൊ 4 പേരും പറയുന്നത് ഒരേ കാര്യം തന്നെ നോക്കിയിട്ട് പറയണം, ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നു. സ്തോത്രം. അപ്പൊ 4 തരത്തിലാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷമാണ് 5-ാം ജീവി ആരെ കാണിക്കുന്നു? 4-ാം ജീവി ആരെ കാണിക്കുന്നു? കഴുകമുഖം. കഴുകന് പറക്കുന്ന കഴുകന് ഒന്ന് വായിച്ചു. 4-ാം ജീവി പറക്കുന്ന കഴുകന് സാദൃശ്യം. 4-ാം ജീവി പറക്കുന്ന കഴുകന് സാദൃശ്യം. ഞാൻ പറയുവാനിടയെ എന്റെ ഒരു കൺവെൻഷൻ പ്രസംഗമാണ് പറക്കുന്ന കഴുകൻ. സ്തോത്രം. ഹല്ലേലൂയ. കഴുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകൻ ഉയരത്തിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ ഡിവിനിറ്റിയെ, അവന്റെ ദൈവത്വത്തെ കാണിക്കുന്നതാണ് പറക്കുന്ന കഴുകന്. സ്തോത്രം. അത് ആരെഴുതിയിരിക്കുന്നു? യോഹന്നാൻ എഴുതി. യോഹന്നാൻ പറയണ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, യേശു ദൈവമായിരുന്നു എന്ന് പൂർണ്ണമായിട്ട് കാണിക്കുന്ന ഒരു സുവിശേഷമാണ് എന്ത്? 4-ാമത്തെ സുവിശേഷം. സ്തോത്രം. അത് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇനി യെഹെസ്കേലിന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തിൽ ഈ സെയിം കാര്യം തന്നെ കാണാൻ സാധിക്കും. അത് യെഹെസ്കേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അന്ന് ഞാൻ പറയുവാനിടയായി യെഹെസ്കേലിന്റെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് വായിച്ചു നോക്കണം. അന്നേരം ഈ ജീവികളെ പറ്റി വളരെ വിശദമായിട്ട് യെഹെസ്കേൽ പ്രവാചകൻ ഇത് കണ്ടതും കേദാർ നദി തീരത്ത് ഞാൻ കിടക്കുമ്പോൾ അവരായിരുന്നപ്പോൾ
കണ്ട ദിവ്യ ദർശനങ്ങളെ കുറിച്ച് വിവരിക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. ഓരോന്നിനും ഒന്നാമത്തെ മുഖം ഗരീബ് മുഖവും, രണ്ടാമത്തെ മനുഷ്യമുഖവും, മൂന്നാമത്തെ സിംഹമുഖവും, നാലാമത്തെ കഴുകു മുഖവും ആയിരുന്നു. ഇനി 14-ന്റെ 10-ന്റെ 14 വായിച്ചു. 1-ന്റെ 10 ആയിരുന്നു. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4-ന് വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4-നും കഴുമുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. ഇതിനെയാണ് കാണിക്കുന്നത്. സ്തോത്രം. ഇനി ഇങ്ങനെ ഓരോന്ന് നമ്മൾ വരുന്നുണ്ട്. ഇതിന്റെ ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ കാണാൻ സാധിക്കും. സ്തോത്രം. ഇന്നലെ ഈ വിഷയങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കും. ചന്ദ്രൻ ഇവിടെ ഇല്ലെന്ന് ഉദ്ദേശിക്കുന്നു. സ്തോത്രം. നമ്മുടെ 8-ാം അധ്യായത്തിലേക്ക് കാണുന്നതിന് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം. സ്തോത്രം. ഇത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു അധ്യായമാണ്. സ്തോത്രം. ഈ 8-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തില് 3 കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്തൊക്കെയാണ്? എത്ര കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരാമർശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് കടന്നു പോകാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്പോൾ നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനിയും സംഭവിക്കാനിരിക്കുന്നതുമായ വിഷയത്തെ പറ്റിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ 4-5-ാമത്തെ അധ്യായത്തിൽ കണ്ടു. അതിന്റെ 1-2 വാക്യത്തിൽ പറയുന്നു, അവ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. സ്തോത്രം. അപ്പൊ ഈ പുസ്തകത്തിന്റെ ചുരുൾ ഓരോന്നും തുറക്കുകയായിരുന്നു 6-ാം അധ്യായത്തിൽ. സ്തോത്രം. പുസ്തകത്തിന്റെ ചുരുൾ ഓരോന്നും തുറക്കുമ്പോഴും ഓരോ സീല് പൊട്ടിക്കുമ്പോഴും അപ്പൊ ഞാൻ പറയുവാനിടയായി 7 സീലിന്റെ അല്ലെന്നുണ്ടെങ്കിൽ 7 മുദ്രകളുടെ പാതകൾ അല്ലെന്നുണ്ടെങ്കിൽ മഹാപീഡനകാലം അല്ലെന്നുണ്ടെങ്കിൽ 7 ന്യായവിധികൾ അവിടെ നടക്കുവാനിടയാകുന്നുണ്ട്. അങ്ങനെ 3 തരത്തില് 7 ന്യായവിധികൾ നടക്കുന്നതായി നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. 3 സൈക്കിളിൽ 3 സൈക്കിളായിട്ട് 7 പാതകൾ, ഈ 7 ന്യായവിധികൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. 6-ാം അധ്യായത്തിൽ 6 ന്യായവിധി നടക്കുവാനിടയായി. സ്തോത്രം. അതിന്റെ 6-ാമത്തെ മുദ്ര, 1-ാമത്തെ 1, 2, 3, 4-ാം മുദ്ര വരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അറക്കപ്പെട്ട ആത്മാക്കള് യാഗപീഠത്തിന്റെ കീഴിലിരിക്കുന്നത് കണ്ടു. സ്തോത്രം. അതിനുശേഷം പിന്നെ കാണുകയാണ് 6-ാമത്തെ മുദ്ര പൊട്ടിച്ചു. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം വായിച്ചു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു പുകമുണ്ടായി. അവൻ കരിമ്പടം പോലെ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തോന്നി. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുടുങ്ങിയിട്ട് കായ് ഉരുട്ടും പോലെ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകത്തിലുകൾ ചുരുട്ടും പോലെ ആകാശം. അപ്പൊ അങ്ങനെ ആകാശത്തിന്റെ കാര്യങ്ങളൊക്കെയും അവിടെ 6-ാം മുദ്ര പൊട്ടിച്ചോ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു. പറഞ്ഞോ. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ നടന്ന എല്ലാ വിഷയത്തെ പറ്റി നമ്മൾ കണ്ടു. ആ 6-ാം മുദ്ര പൊട്ടിച്ച് ഈ 6 ന്യായവിധികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി, ദൈവത്തിന്റെ ക്രോധം ഭൂമിയിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരുണാസമ്പന്നനായ ഒരു ദൈവത്തെ നമ്മൾ 7-ാം അധ്യായത്തിൽ കാണുവാൻ ഇടയായി. കരുണാസമ്പന്നനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് 7-ാം അധ്യായത്തിൽ കാണുവാനിടയായി. ഏത് സമയത്തും ദൈവത്തിന്റെ ന്യായവിധി നടക്കുമ്പോൾ അവിടെ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണെന്ന് ഹബക്കൂക്ക് പറയുന്നു. അങ്ങനെ ആ കരുണാസമ്പന്നനായ ദൈവം കരുണ കാണിച്ച് ഇസ്രായേൽ മക്കളിൽ ഒരു 144,000 പേര് തന്നെ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് മുദ്രയിടുകയും അവരിൽ നിന്ന് സുവിശേഷം അറിയിച്ച് സകല ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദൈവത്തിനു വേണ്ടി
ആർക്കും എണ്ണിക്കൂടാത്തതായ ഒരു എന്ത് പുരുഷാരം? മഹാപുരുഷാരം വെള്ള നിലയ്ക്ക് ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ. അന്നേരം കണ്ടപ്പോഴ് ഇത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ് ചോദിക്കുന്നുണ്ട്? സ്തോത്രം. അത് വായിച്ചു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് ആരാണ്? മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോടെന്ന് പറഞ്ഞാൽ ആരാണ്? എന്നോടെന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അത് യോഹന്നാനോട്. യോഹന്നാനോട് ഇതൊക്കെയാണ്. മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് വെള്ള നിലയെങ്കിൽ ധരിച്ച ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? അപ്പൊ മൂപ്പന്മാർ ആരായിരുന്നു? നമ്മളായിരുന്നെന്ന് നമ്മൾ ആദ്യം തന്നെ കാണുവാനിടയെ. സ്തോത്രം. അപ്പൊ വെള്ള നിലയെങ്കിൽ ധരിച്ചവർ ഇവരാരാണെന്ന് യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയുന്നത് ഇവരാരാ എനിക്കറിയത്തില്ല. സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പൻ ആരാന്നോ അമ്മ ആരാന്നോ നമുക്ക് വെപ്പൂപ്പൻ ആരാന്നോ എല്ലാം അറിയാമെന്ന് നമുക്കറിയാം നല്ലതുപോലെ. ലാസർ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നത് ധനവാൻ കണ്ടതൊക്കെയും നമ്മൾ വിശുദ്ധ വചനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ഒരിക്കലും അബ്രഹാമിനെ കണ്ടിട്ടില്ലാത്ത ധനവാൻ അബ്രഹാം പിതാവേന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് അബ്രഹാം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിളിക്കുന്നു. സ്തോത്രം. അതേസമയം ജീവനോടിരിക്കുന്ന യോഹന്നാൻ ചെന്നപ്പോൾ യോഹന്നാൻ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം മരിച്ച് അടക്കപ്പെട്ട് ചെന്നവർക്ക് മാത്രമേ ഇതിനെപ്പറ്റിയുള്ള ഒരു അറിയാൻ സാധ്യമാകുകയുള്ളൂ. സ്തോത്രം. അപ്പൊ മൂപ്പന്മാരിൽ ഒരുത്തം പറയുകയാണ്, സ്തോത്രം, ഇവരെ അറിയുന്നില്ല, ഇതല്ല ഇവർ മഹാകാശത്തിൽ നിന്ന് വന്നവർ. സ്തോത്രം. ഇതെല്ലാം കണ്ടു. അതിനുശേഷമാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. ഈ 7-ാമത്തെ മുദ്രയ്ക്കകത്ത് ഇനിയും എത്ര ന്യായവിധിയായിരുന്നു ഇരിക്കുന്നത്? ഇനിയും 14 ന്യായവിധിയാണുള്ളത്. സ്തോത്രം. 7-ാമത്തെ മുദ്രയ്ക്കകത്ത് ഇരിക്കുന്നത് എത്രയാണ്? 14 ന്യായവിധി. ഈ 14 ന്യായവിധിയിൽ 7 ന്യായവിധി എന്താണ്? കാഹളത്തിന്റെ ന്യായവിധി. സ്തോത്രം. കാഹളത്തിന്റെ ന്യായവിധി 7. അതിനുശേഷം പിന്നെ ക്രോധ കലശത്തിന്റെ ന്യായവിധി 7. സ്തോത്രം. ഈ ഇത്രയും ന്യായവിധി എല്ലാം എതിനകത്തിലിരിക്കുന്നത്? ഈ ഒരു ന്യായവിധിക്കകത്തായിരിക്കുന്നത്, മുദ്രയ്ക്കകത്തായിരിക്കുന്നത്. റൈതറാണ്. ആ മുദ്രയാണ് പൊട്ടിക്കാൻ പോകുന്നത്. സ്തോത്രം. റൈതറാണ്. അതിന് മുദ്ര പൊട്ടിക്കാൻ റെഡിയായോ? ഹല്ലേലൂയ. സ്തോത്രം. അവൻ നമുക്ക് 8-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. 1-ാമത്തെ വാക്യം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. മതി. നമ്മൾ ഇങ്ങനെ ചെയ്ത് ചോദിക്കേ, അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ 1 മിനിറ്റ് നിശബ്ദത ഉണ്ടായി. ഏകദേശം ഞാൻ 1 മിനിറ്റ് ഞാനിപ്പോ പറഞ്ഞത്. 1 മിനിറ്റ് 1 മിനിറ്റ് നിശബ്ദത ഉണ്ടായാൽ എത്ര ദൂരം ഉണ്ടാകും? 1 മിനിറ്റ് നിശബ്ദത 60 സെക്കൻഡ് മതി. പക്ഷെ അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് നിശബ്ദമായിട്ടൊന്ന് ഇരുന്ന് നോക്കണം, അത് എന്തുമാത്രം ദൂരമുണ്ട്. കാരണം ഈ സ്വർഗം എങ്ങനെയുള്ളത്? ശബ്ദമുഖരിതാണ്. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. സ്തോത്രം. സ്വർഗം മൗനതയുള്ളതൊന്നും ഒരു സ്ഥലമാണ്. സ്തോത്രം. അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ കാണുന്നു. സ്തോത്രം. 5-ാമത്തെ വാക്യം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും വെടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. സ്തോത്രം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണ് നിറഞ്ഞിരുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് മാത്രമല്ല 5-ാം അധ്യായത്തിനകത്ത് അതിന്റെ 8-ാമത്തെ വാക്യം.
7-ാമത്തെ വാക്യം. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാനുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും അവൻ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അങ്ങനെ എന്നിട്ട് അതിന് 12-ാമത്തെ വാക്യത്തിൽ അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്തോത്രം. അതിന്റെ 13-ാമത്തെ വാക്യത്തിന് ബാക്കി പകുതി ഭാഗം. കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെ ശബ്ദമുഖരിതമായിരിക്കുന്ന സ്ഥാനത്ത് അരമണിക്കൂർ നേരത്തെ നിശബ്ദത. ഒന്ന് എഴുതി ചോദിക്കും അതെന്തായിരിക്കും? ഇത്രയും ഭയങ്കരമായ ശബ്ദം, ഇടി, മിന്നല്, നാദം, ഇത്രയും ശബ്ദമുഖരിതമായ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് രാജാവ് ഉള്ളിടത്ത് എന്തുണ്ട്? കോലാഹലമുണ്ട്. ഇത്രയും വലിയ കോലാഹലം നടക്കുന്നതിനിടയ്ക്ക് ഓളത്തെ സഡൻ മുദ്ര പൊട്ടിച്ചപ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ നിന്നു കഴിഞ്ഞു. അനക്കമില്ല. ആത്മീയരായ മാതിരി ഒറ്റ ശബ്ദം പോലും നാടടങ്ങിപ്പോയി. ശബ്ദമുഖരി, ശബ്ദമില്ലാതായി. അത് ഭയങ്കര. നമ്മളൊന്ന് ചിന്തിച്ചു, നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഇത്രയും വലിയതായ ഭാരിവാരങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു അറുക്കപ്പെട്ട കുഞ്ഞാട് തന്റെ കയ്യിൽ വീഴുന്ന മുദ്ര ഒന്ന് പൊട്ടിച്ച് ന്യായവിധിയുടെ മുദ്രയാണ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായി തീർന്നു? ഭയങ്കരമായിട്ട് എന്താണ് ഭൂമി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാട് 7-ാമത്തെ മുദ്രയാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഇനി 14 ന്യായവിധികൾ നടക്കാൻ പോവുകയാണ്. അത് കണ്ടപ്പോ തന്നെ സ്വർഗം നിശ്ചലമായി പോയി. സ്വർഗം നിശ്ചലമായ അവസരമായിരുന്നു 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ. നാം എവിടെയാണ്? അതിഭയാനകമായിട്ടുള്ള പീഡനം വരാൻ പോകുന്നു. സ്തോത്രം. അതിഭയാനകമായിട്ടുള്ള കഷ്ടം ലോകത്തിൽ വരാൻ പോകുന്നു. അതിഭയാനകമായിട്ടുള്ള ദുരന്തം ഈ ലോകത്തിൽ അനുഭവിക്കാൻ പോകുമ്പോൾ ദൈവജനമേ സ്വർഗം പോലും നിശ്ചലമായി പോയി. ഏകദേശം അരമണിക്കൂർ സമയം. സ്വർഗം എപ്പോഴും 24 മണിക്കൂറും നമ്മൾ നോക്കുന്നതൊക്കെയും ആരാധന മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാധന മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം നിശ്ചലമാക്കിയ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് 7 ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. സ്തോത്രം. ഞാൻ മുമ്പ് പറയുവാനിടയായി ഇവിടെ 3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ഈ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗം മൗനമായി, നിശ്ചലമായി. സ്തോത്രം. രണ്ടാമതായി സംഭവിക്കാൻ പോകുന്നതാണ് അതിന്റെ 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു പ്രാർത്ഥനയാണ് നടക്കുന്നത്. സ്തോത്രം. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുഴുവനും ആ ബാധകളാണ് നടക്കുന്നത്. സ്തോത്രം. 7 കാഹളം ഊതുമ്പോൾ നടക്കുന്നത്. ഒരിടത്ത് നമ്മൾ 7 പേര് കാഹളം ഊതുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. എവിടെയാണ്? യെരിഹോവിന് ചുറ്റും. സ്തോത്രം. അവരെങ്ങനെയാണ് കാഹളം ഊതിയത്? ആദ്യം ഓരോ ദിവസവും നടക്കുമ്പോൾ അവർ മൗനമായി നടന്നു, നീച്ചലമായി, യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ. ശബ്ദമുണ്ടാക്കാതെ നടന്നപ്പോ എന്താണ്? ന്യായവിധിക്ക് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യായവിധിക്ക് വേണ്ടി എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്? പ്രിപ്പറേഷൻ, ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ലയോ? സൂക്ഷിച്ചോളണം.
എന്താ നടന്നുകൊണ്ടിരിക്കുക? സ്തോത്രം. ഒരുക്കം നടന്നുകൊണ്ടിരിക്കുക. 7-ാമത്തെ ദിവസം 7 പുരോഹിതന്മാർ കാഹളമോതി ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു? ന്യായവിധി നടന്നു. ഇവിടെ 3 കാര്യങ്ങൾ നടക്കുന്നു. 1, സ്വർഗം നിശബ്ദമായി കഴിഞ്ഞു. സ്തോത്രം. 2, സ്വർഗത്തിൽ പ്രാർത്ഥന ഉയരുന്നു. സ്തോത്രം. സ്വർഗത്തിലേക്ക് പ്രാർത്ഥന ഉയരുന്നു. സ്തോത്രം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. 3-ാമത്തേത് സ്തോത്രം, കാഹളം ഊതുമ്പോൾ ന്യായവിധി നടക്കുന്ന. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതാണ് ഈ 8-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നത്. സ്തോത്രം. അവിടെ അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. സ്തോത്രം. സ്വർഗത്തിൽ ദൈവസന്നിധി നിൽക്കുന്ന 7 ദൂതന്മാരുടെ ഈ ദൂതന്മാരെ നമുക്ക് വല്ല പരിചയമുണ്ടോ? ആരെങ്കിലും? സ്തോത്രം. ഒരു ദൂതനെ നമുക്ക് പരിചയമുണ്ട്. അതാരെയാണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഈ ദൂതൻ ആരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ. നീ ദൂതനെ എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? സ്തോത്രം. അപ്പൊ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൂതൻ ഒരു പക്ഷേല് ഈ ഗബ്രിയേൽ ആയിരിക്കാം. ദൈവസന്നിധിയിൽ 7 ദൂതന്മാരാണ് വന്നിരിക്കുന്നത്. 7 കാഹളം അവർക്ക് എന്ത് ലഭിച്ചു? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് അടുത്തത്. നിന്നോട് സംസാരിപ്പാൻ ഈ സ്വവർത്തമാനം നിന്നോട് അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. സ്വവർത്തമാനം എന്നെ അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അടുത്തത്, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കാഴിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. കിട്ടിയോ? സ്തോത്രം. ദൂതന്മാര് ന്യായവിധിയുമായി വരുമ്പോ സ്തോത്രം അവരെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റില്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ന് ഒരു 7 ദൂതന്മാരാണ് വന്നിരിക്കുന്നത്. ദൈവസന്നിധിയിൽ കടന്നു വന്നു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അടുത്തത് മറ്റൊരു ദൂതൻ. ഇതാരാണെന്ന് നമുക്ക് പുറകാലെ നമുക്ക് മനസ്സിലാകും. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സ്തോത്രം. എല്ലാവരും പറയണം മറ്റൊരു ദൂതൻ. പ്രൈസ് ദി ലോർഡ്. ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന് നിന്ന് എന്നിട്ട് സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന് സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ഒന്നുകൂടെ വായിക്കാം. സ്വർണ്ണ പീഠത്തിന് സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന്. അപ്പൊ ഇതെന്താ പറയുന്നത്? ധൂപകലശം അതുണ്ടായിരുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്ത് അത് വരാൻ പോവാ. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ഒന്നുകൂടെ ഒന്ന് വായിച്ചു. സഹോദരൻ ഒന്ന് വായിച്ചു. 4-ാമത്തെ വാക്യം. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. പിന്നെ ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിന്റെ കനം നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. മതി. അവിടെ നിർത്തുക. ഇനി ഇവിടെ നോക്കി. പഴയ നിയമത്തിൽ ധൂപവും ധൂപകലശവും യാഗപീഠവും ഒക്കെ കാണും. യാഗപീഠത്തിലേക്ക് ധൂപവുമായി കയറി ചെല്ലുന്നവനാര്? ഒന്നുകൂടെ പറഞ്ഞേ. മഹാപുരോഹിതൻ. ഇന്ന് നമുക്കാരാ മഹാപുരോഹിതൻ? അപ്പൊ ഈ നിൽക്കുന്ന ദൂതനാരാ? ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് ധൂപവർഗം. ഇനി കണ്ടോ സ്തോത്രം. ഇനി വളരെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ വായിക്കണം, നിങ്ങളുടെ മനസ്സിലാകും. മറ്റൊരു ദൂതൻ സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. യാഗപീഠത്തിനരികെ വരാൻ യോഗ്യതയുള്ളവരാരാണ്? മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ ആരാണ്? നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അവനാരാണ്? കർത്താവായ
വന്നു നിന്നു. സിംഹാസനത്തിന് മുമ്പിൽ സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന്. അപ്പൊ പ്രാർത്ഥനയോട് പ്രാർത്ഥന എന്ന് പറയുന്നത് ധൂപവർഗത്തോട് ചേർക്കേണ്ടതിന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതാരാ? ഇനി ശ്രദ്ധിച്ചോണം. അവൻ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് അവന് വളരെ ധൂപവർഗം കൊടുത്തു. സ്തോത്രം. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്നും നിന്നും പിതാവിന്റെ സന്നിധിയിലേക്ക് നിന്നു. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിന് കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയോടുകൂടി ആരുടെ പ്രാർത്ഥന പിന്നെ ചേരുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി വളരെ ധൂപവർഗം അവന് കൊടുത്തു. അപ്പൊ അവന്റെ ധൂപവർഗം, അവന്റെ മധ്യസ്ഥ പ്രാർത്ഥന, അവന്റെ മധ്യസ്ഥത വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർത്തിട്ട് ദൈവസന്നിധി ചെന്നു. അപ്പൊ പിതാവ് പറഞ്ഞു, നീ ഇനി ഒരു കാര്യം ചെയ്യ്, നീ കനലെടുത്തിട്ട് ഇനി അങ്ങനെ എങ്ങോട്ട് എറിയേണ്ടത്? ആരാ എറിയേണ്ടത്? മറുപടി ആരാ തരുന്നത്? നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? ആരാ നമുക്ക് മറുപടി തരുന്നത്? സ്തോത്രം. അപ്പൊ അവനത് എടുത്തിട്ട് എന്തോ ചെയ്തു? അവന് ആ ഭൂമിയിലേക്ക് ഈ കനൽ നിറച്ചിട്ട് എങ്ങോട്ട് എറിഞ്ഞു? ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോ എന്താ സംഭവിച്ചേക്കുന്നത്? ഉടനെ വായിച്ചേണ്ടത് ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. അതിന് ഇടിമുഴക്കം, നാദം, മിന്നല്, ഭൂകമ്പം ഉണ്ടായത് പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നുണ്ടെങ്കിൽ അത് വരുന്നത് അങ്ങനെയല്ലേ വരുന്നത്? പ്രൈസലോട് അതെങ്ങനെയാ വരുന്നത്? പ്രൈസലോട് 18-ാം അധ്യായം സങ്കീർത്തനം. സ്തോത്രം. അമ്മമ്മ പറഞ്ഞാൽ അങ്ങനെ തന്നെയാ വരുന്നതെന്ന് പറഞ്ഞു. പ്രൈസലോട്. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 7-ാമത്തെ വാക്യം വലുതായിട്ട് വായിച്ചു. 18-7 മുതൽ. അതിന് മേളിൽ വായിച്ചു. ഇച്ചിരി മുന്നേ വായിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടി വിറച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഭൂകമ്പം മറുപടി നടന്നത് എന്ത് ചെയ്തു? ഭൂമി ഞെട്ടി വിറച്ചു. മലയുടെ അടിസ്ഥാനങ്ങൾ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് ചെല്ലുമ്പോ മറുപടിയാണ് മലയുടെ അടിസ്ഥാനങ്ങൾ. നമുക്കെതിരായി നിൽക്കുന്ന മലയുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയാണ് ചെയ്യുന്നത്. അടുത്തത് അവൻ കോപിക്കയാൽ നമുക്കെതിരായി നിൽക്കുന്ന മലയൊക്കെ എന്ത് ചെയ്തു? ഒഴുങ്ങിപ്പോയി. പിന്നെ അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. അവന്റെ വായിൽ നിന്ന് തീക്കനൽ പുറപ്പെടുകയാണ്. തീയാണ്. തീക്കനലാണ് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അടുത്തത് തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ഛായിച്ചിറങ്ങി. അടുത്തത് അവന്റെ കാൽ കീഴിലായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതപസ്സിനെ ആകാശമേഘങ്ങളും കൂടാരവുമാക്കി. പിന്നെ അവന്റെ മുൻപിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും മേഘങ്ങൾ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തന്നെ നാദം കേൾപ്പിച്ചു. പിന്നെ ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. പിന്നെ അവനാസ്ത്രം ചെയ്തു അവരെ ചിതറിച്ചു. അസ്ത്രം ചെയ്ത് അവരെ മിന്നലയച്ചവരെ തോൽപ്പിച്ചു. മതി. ഇവിടെ കണ്ടായിരുന്നു. ഇപ്പം എന്തൊക്കെയായിരുന്നു പുറപ്പെട്ടത്? ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ മറുപടി വരുന്നു? പൗലോസും ശീലാസും പ്രാർത്ഥന ബന്ധമല്ലേ? അടിസ്ഥാനങ്ങള്
ഇനി അതിനെ ഒരുപാട് വർണ്ണിക്കാനായിട്ട് സമയമില്ല. സ്തോത്രം, മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 7 കാഹള, പിന്നെ അടുത്തത് 6-ാമത്തെ വാക്യം. 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഞാൻ നിങ്ങളെ പറയുവാനുള്ള ഇടയായി. യെരിഹോവിന്റെ മതിൽ വീഴാനായിട്ട് എന്താ അവർ ഊതിയത്? കാഹളം. കാഹളം ഊതിയാൽ എന്ത് പറ്റും? ന്യായവിധി നടക്കും. അപ്പൊ കാഹളം ഊതുവാൻ അവർ റെഡിയായി. ഒന്നാമത്തവൻ കാഹളം, 7-ാമത്തെ വാക്യം. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ നിന്ന് 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരുന്നത്? അവിടെ വെന്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പച്ചയായിട്ടുള്ള എല്ലാം വെന്തുപോയി. പച്ചയായിട്ടുള്ള വെന്തുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ആഹാരം കഴിക്കുന്നത്? അപ്പൊ പിന്നെ എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? ക്ഷാമം. സ്തോത്രം, ക്ഷാമം, അല്ലയോ? സ്തോത്രം. ഇനി അതിന്റെ ഈ 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ, അവർ ഭൂമിക്ക് കേട് വരുത്താതിരിക്കുന്നതിന് വേണ്ടി ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു? നമ്മൾ 7-ാം അധ്യായത്തിൽ കണ്ടു. അനേകരെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ ക്രോധ ദിവസത്തിൽ കരുണാസമ്പന്നനായ ദൈവം അവിടെ ഇതെല്ലാം നടത്തിയതിനു ശേഷം 7-ാമത്തെ കാഹളം ഊതാൻ വേണ്ടി ഇതിനെ വെയിറ്റ് ചെയ്തത്. 7-ാമത്തെ ന്യായവിധിക്ക് വേണ്ടി മുദ്ര പൊട്ടിക്കാൻ എന്താ താമസിച്ചത്? ഇതിനു വേണ്ടിയായിരുന്നു. അവർ രക്ഷയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? അടുത്ത കാഹളം ഊതിയപ്പോ ഭൂമി മേൽ ന്യായവിധി കിടക്കണം. 1-ാമത്തെ ഊതിയപ്പോ നടന്നതെന്തായിരുന്നു? വെജിറ്റേഷൻ മുഴുവനാണ് 3/1 പോയി തീർന്നു. 3/1 വെജിറ്റേഷൻ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് എന്ത് ചോദിക്കും? ഭയങ്കര ക്ഷാമം അല്ലേ? അടുത്തത് 2-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണമുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം. ചത്ത ഏതിനും കാരണം സ്വീകരിക്കും? ചത്തതിനെ ഒന്നും കാരണം സ്വീകരിക്കത്തില്ല. കടൽ കൊണ്ട് കടല് ചത്ത മുഴുവൻ മീനുകൾ കൂടെ വന്ന് വീഴുന്നത്. ഒരു പ്രാവശ്യം പമ്പയാറ്റി മുഴുവൻ മീനുകൾ ചത്തായിരുന്നു. ഒരു പ്രാവശ്യം മീൻ ഇങ്ങനെ ചത്ത ഒഴുകി പൊങ്ങി പോകുന്നത് കാണത്തുള്ളൂ. എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഒരു മീൻ തിന്നാൻ പറ്റാതായി. അപ്പം ഭൂമിയിൽ നിന്നുള്ള ആഹാരം മനുഷ്യനെ തീർന്നു. ഇപ്പൊ കടലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മത്സ്യം വന്നുകൊണ്ടിരുന്നത്. 8-ാമത്തെ വായിച്ചു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3. അപ്പൊ പ്രാണമുള്ളതെല്ലാം ചത്തു കഴിഞ്ഞാൽ സമുദ്രം എന്ത് ചെയ്യും? അതിനെല്ലാം കൂടെ കൊണ്ടുവന്ന് കാരിക്കോട്ടൊക്കെ അടുപ്പിക്കും. കാരിക്കോട്ടൊക്കെ ഉണ്ട് 3/3 ചത്തേക്കുന്നത്. സ്തോത്രം. അപ്പം ആഹാരത്തിന് മുട്ട. ആദ്യം വെജിറ്റബിളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സസ്യാഹാരങ്ങളായിട്ടുള്ളത് അരി, ഗോതമ്പ്, ചോളം ഇങ്ങനെയുള്ളത്. പിന്നെ വെജിറ്റബിൾ. ഇതെല്ലാം 3/3 തീർന്നു ഭൂമിയിൽ നിന്ന്. അതിനുശേഷം മത്സ്യമായിരുന്നു പിന്നെ മനുഷ്യന്റെ ആഹാരം. മത്സ്യം 3/3 പോയി. പിന്നെ കപ്പലും ആ കൂട്ടത്തില് പോയി 3/3. പിന്നെ അടുത്ത 10-ാമത്തെ വാക്യം. മൂന്നാമത്തെ ന്യായവിധി. 3-ാമത്തെ ദൂതനുമതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. സ്തോത്രം. വീണ് നമ്മളുടെ നോക്കിയേ, നദികളിൽ 3/1 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. സ്തോത്രം. ആ നക്ഷത്രത്തിലെ കാഞ്ഞിരം എന്ന് പേർ. കാഞ്ഞിരത്തിന്റെ വെള്ളം കുടിക്കാൻ നല്ല രസമായിരിക്കും. ഒരു പ്രാവശ്യം ഈ കാഞ്ഞിരത്തിന്റെ വെള്ളം പോലുള്ള വെള്ളം കുടിച്ചായിരുന്നു ഒരു കൂട്ടര്. ദുർഗവെള്ളിയാഴ്ചയല്ല, ഒരു കൂട്ടര് മാറായി വെച്ച് കാഞ്ഞിരം പോലെ കയ്പുള്ള വെള്ളം കുടിച്ചപ്പം ആ മാറായിലെ വെള്ളം എന്ത് ചെയ്തു? ദൈവം മധുരമാക്കി. അതേ മധുരമാക്കിയ ദൈവം ഇപ്പൊ മധുരമായിരിക്കുന്ന വെള്ളത്തെ എന്ത് ചെയ്തു? കാഞ്ഞിരം പോലെ ആക്കി കൊടുത്തു. സ്തോത്രം.
റൈതലോട്. അപ്പൊ മധുരമുള്ള വെള്ളത്തെ ഇപ്പൊ എന്താക്കി തീർത്തു? 1/3 ഭൂമിയില് നദികളിൽ നിന്നുള്ള വെള്ളം. സ്വോത്രം. വെള്ളമില്ലെന്നുള്ള മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഞാൻ ഈ ഒരുപാട് ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും തറയിലോട്ട് താഴോട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അവിടെ മനുഷ്യനെല്ലാം വസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നദീതീരത്തും കായലും കടലും ഒക്കെ ഇങ്ങനെ വെള്ളമുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് വസിക്കുന്നത്. ആരും മരുഭൂമി പോയൊന്നും കൂടുതൽ ആൾക്കാരും താമസിക്കാറുണ്ട്. വെള്ളം ഏറെ ഉള്ള സ്ഥലത്താണ്. ഇപ്പൊ വെള്ളം മുഴുവനും ഇങ്ങനെ ആയി പോയി തീർന്നു. 3 വെള്ളം കിടിക്കാൻ കുടിവെള്ളം ഇല്ലെങ്കിൽ എന്തായി തീരും മനുഷ്യന്റെ? സ്തോത്രം. എന്തോരം വലിയ ആയോധ്യാന്ന് നോക്കിയേ. അതിനകത്തില് ഈ ഇംഗ്ലീഷ് ബൈബിളിനകത്താന്ന് പറയുന്നത് വേംവുഡ് എന്നാണ് പറയുന്നത്. വേംവുഡ് എന്ന്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ അതിന് കയ്പെന്ന് അതിന് പേര്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ നല്ല പേര് എഴുതിയിരിക്കുന്നത് കാഞ്ഞിരം അല്ലേ? കാഞ്ഞിരം പോലെ. പിന്നെ 3 കാഞ്ഞിരം പോലെയായി വെള്ളം കായ്പാതിര മനുഷ്യൻ പലരും മരിച്ചു. കയ്പുള്ള വെള്ളം കുടിച്ച് ചത്തുപോയി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നല്ല വെള്ളം കുടിക്കാനില്ലാതെ മനുഷ്യൻ ഇന്ന് നമുക്കറിയാം ആഫ്രിക്കയിൽ അനേക കുഞ്ഞുങ്ങളും അനേകര് മരിച്ചുകൊണ്ടിരിക്കുന്നു നല്ല വെള്ളം കുടിവെള്ളം കിട്ടാനില്ല. സ്തോത്രം. സ്തോത്രം. നമ്മളിവിടെ ഇന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ മാതിരി ലക്ഷറിയുടെ മടിയിലാണ് നമ്മൾ വസിക്കുന്നത്. അങ്ങനെ വസിച്ചിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ എതിർത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ എന്ത് വെറുതെ വിടുന്നുണ്ട്. സ്തോത്രം. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ ദൂതൻ ഊതാൻ പോവാണ്. സ്തോത്രം. 4ാമത്തെ ദൂതൻ 12ാമത്തെ വാക്യം. 4ാമത്തെ ദൂതൻ ഊതിയപ്പോൾ അടുത്തപ്പോൾ വായിച്ചു. അപ്പോൾ സൂര്യനിൽ 3/1 ചന്ദ്രനിൽ 3/1 നക്ഷത്രങ്ങളിൽ 3/1 വാത തട്ടി. ഓ സോറി. ഇപ്പൊ എവിടുത്തെ വാദം എങ്ങോട്ട് മാറി? ഭൂമിയിലെ വാദം മാറിയിട്ട് പിന്നെ ഇപ്പൊ എങ്ങോട്ടാ വാദം? സൂര്യൻ ഇല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന് വെജിറ്റബിൾ വല്ലതും കിട്ടും. 1ാമത് 3 പോയി. ഇപ്പൊ 3 സൂര്യനൂടെ പോയി കഴിഞ്ഞാൽ വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല. കറണ്ടിന്റെ കാര്യം പിന്നെ കറണ്ടൊക്കെ ഇപ്പോഴല്ലേ ഇവിടെ ഒരു ദിവസം ഒന്ന് കണ്ടുപോയി നോക്കട്ടെ. സ്തോത്രം. എല്ലാം വെളി വരും. ആരും അകത്തിരിക്കത്തില്ല, എല്ലാം വെളി വരും. സ്തോത്രം. അകത്തും പുറത്തും എല്ലാം ഇരുട്ടായിരിക്കും. സ്തോത്രം. ഇവിടെ പറയുന്ന 3/1 സൂര്യൻ 3/1 ചന്ദ്രനിൽ 3/1 നക്ഷത്രങ്ങളിൽ 3/1 ബാധ തട്ടി. ഇപ്പം സൂര്യന്റെ ചന്ദ്രന്റെയും അല്ലെന്നുണ്ടെങ്കിൽ ആകാശത്തിലെ സകല കാര്യങ്ങളുടെ എന്താണ് ക്രമങ്ങൾക്കെല്ലാം വ്യത്യാസം വന്നു. സ്തോത്രം. ബാധ തട്ടി. എന്നിട്ടെന്ന് പറ്റി അവയിൽ 3/1 ഇരുണ്ടുപോയി. രാവും പകലും 3/1 വെളിച്ചമില്ലാതെയായി. ഇത് കണ്ടോണ്ടാണ് എന്തോ സ്വർഗം എന്ത് ചെയ്തത്? ഇത് സംഭവിക്കാനിരിക്കുന്നത് കണ്ടപ്പോ സ്വർഗം ഇനിയും ബാക്കി കിടക്കുന്നേ ഉള്ളൂ. ഇത് 4 ആയിട്ടുള്ളൂ. ഇനിയും 10 കിടക്കുന്നുള്ളൂ. അതാ സ്തോത്രം. ഇത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ദൈവസന്നിധിയില് ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം പറയാം ഞാൻ എങ്ങോട്ടേലും പോകണം, എങ്ങോട്ടേലും പോകാം. ഇവിടെ ഏതോ വലിയ പ്രയാസത്തിലേക്ക് പോകാൻ പോകുന്നതെന്ന് അറിയത്തൊന്നുമില്ല. സ്തോത്രം. അനന്തരം വായിക്കുന്നത് അതിന്റെ 13ാമത്തെ വാക്യം നമുക്ക് ഇവിടെ നോക്കാം. സ്തോത്രം. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഒരു കഴുകന് ഹല്ലേലൂയ സ്തോത്രം ആകാശത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. സ്തോത്രം. ഓ മനുഷ്യർക്ക് ഭൂവാസികൾക്ക് ഓ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്. കഷ്ടം 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 കഷ്ടം. ഇത് മഹാ കഷ്ടം വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്.
ഹല്ലേലൂയ, സ്തോത്രം. ഇത് ചെറിയ പീഡനകാലമൊന്നുമല്ല. ഇത് ചെറിയ പീഡനകാലമൊന്നുമല്ല, മഹാപീഡനകാലമെന്ന് പറയാൻ എളുപ്പമാണ്. സ്തോത്രം. നമ്മൾ റെവലേഷൻ സാധാരണഗതിയിൽ 2-3 ദിവസം കൊണ്ട് ദേവദാസന്മാർ വന്ന് ഓടിച്ചിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. സ്തോത്രം. ഇപ്പൊ നമ്മൾ വിശദമായിട്ട് പഠിച്ചപ്പോഴാണ് ഓരോ വിവരങ്ങൾ അറിയുന്നത്. സ്തോത്രം. അല്ലേ? നമ്മൾ വിശദമായിട്ട് നോക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ഇത് വല്ല മനുഷ്യർക്കറിയാം, നമുക്കറിയാമായിരുന്നു. ഇത് പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ നമ്മൾ ബൈബിള് വായിച്ചതുകൾ മാത്രമായില്ല. ഇതിനകത്ത് ഞാൻ വലുതായിട്ട് ഒന്നും കൊണ്ടുവന്നോ ഒന്നും കൊണ്ടുവന്നില്ല. ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും വ്യാഖ്യാനിച്ചില്ല. നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ച് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു. സ്തോത്രം. കാരണം നമുക്കിത് മനസ്സിലാകാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് മനസ്സിരുത്തി വായിച്ചു നോക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം. മനസ്സിരുത്തി നാം ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയുമാണ് അടുത്ത 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്ന് കിടക്കുന്നില്ല. സ്തോത്രം. ദൈവം അതിനെ സഹായിക്കട്ടെ. ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം.